ഫസ്റ്റ് സൈൻ വിത്ത് യുവർ പെർമിഷൻ. ആരാണെന്ന് നോക്കിയിട്ട് വരണം. ചോദിച്ചതിന് സമാനം എന്തുകൊണ്ട് വേഷം കെട്ടിയില്ല. ഒരാളെൻ്റെ ഇടയ്ക്ക് ചോദിച്ചു സാർ ഇങ്ങോട്ട് നോക്കണം, ആളെടുത്ത ശരിയായില്ല. സാർ ചാരി ഇരുന്നുണ്ടോ അത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ ചെയ്തത് 5-ാം ദിവസം എന്തുകൊണ്ട് എഴുതാത്തത്? മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു എന്നല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പുറത്തുള്ളതിനെ പറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ടാണ് ആരോ എഴുതി വെച്ച എല്ലാ കഥകളെയും ദുര്യോധനം മരിച്ചതോടി പിന്നെ തീരെ. അതായത് അതിനെന്തുകൊണ്ട് തുടർക്കഥ ഉണ്ടാകുന്നുണ്ട്? ഭരണം വരെ തുടരുമെന്ന് പറഞ്ഞാൽ ഒന്നാം ദിവസം 2-ാം ദിവസം പേരിട്ടപ്പോഴേ തെറ്റി. 1-ാം രാത്രി എന്നല്ലേ വേണ്ടത് കഥകളിക്ക്. സാറ് മുന്നിട്ടിറങ്ങണം, ഇങ്ങനെ നടക്കുള്ളൂ. ഇത് നമസ്തേ 1-ാം ദിവസം വിജയൻ്റെ വേഷമാണ്. വിജയൻ കലാമണ്ഡലം വിജയകുമാർ. നമ്മുടെ പരിപാടിയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കഥകളി കേവലം ഒരു ദൃശ്യകല എന്നതിലുപരി വരികളിലൂടെയും പദങ്ങളിലൂടെയും ഒഴുകുന്ന ഒരു സാഹിത്യ സാഗരം. ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രൻ നായർ സർ മലയാള ഭാഷാ പണ്ഡിതൻ, ഭാഷാശാസ്ത്രജ്ഞൻ, സാഹിത്യകാരൻ, അധ്യാപകൻ തുടങ്ങി ബഹുമുഖ ഭാഷാ പാണ്ഡിത്യത്തിനുടമ. അദ്ദേഹത്തിന്റെ കഥകളി ആൻ ഓഷൻ ഓഫ് പോസിബിലിറ്റീസ്, ഹെറിറ്റേജ് ആൻഡ് പ്രസന്റ് സിനേറിയോ എന്ന പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ലോകം വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീമതി കെ.എസ്. ലക്ഷ്മി ടീച്ചറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവജം സർവദാ ഭക്ത്യാ വന്ദേ മംഗളപൂർത്തയേ. പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എവറി അതർ ഡേ നടക്കുന്ന ഒരു കാര്യം. ഇപ്പം വേദിയിൽ തന്നെ സാറ് വളരെയധികം ക്യൂറേറ്റ് ചെയ്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ടാക്സി എങ്കിലും പിടിച്ച് സാറിൻ്റെ പാലക്കുളങ്ങരയിലെ വീട്ടിൽ പോയി ഒരു മണിക്കൂറോളം ഞാൻ എൻ്റെ അറിവ് എത്രത്തോളം കുറവാണെന്നും മോശമാണെന്നും നിരന്തരമായി 7 മണിക്ക് വിടാമെന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. സർ ശ്രീ രാധാകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിജയൻ, ശ്രീ ഗോപകുമാർ, സദസ്സിൽ ഇരിക്കുന്ന ആദ്യമായി PhD കിട്ടിയത് 67 അദ്ദേഹത്തിനായിരുന്നു. അതിനുശേഷം 71 ഇംഗ്ലീഷിൽ എഴുതിയ പ്രബന്ധത്തിന് സ്പെക്ട്രോഗ്രാഫി ഉപയോഗിച്ചുള്ള സൊനോഗ്രാഫി ഉൾപ്പെടെയുള്ള പ്രബന്ധത്തിന് മലയാള സാഹിത്യത്തിൽ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും ലണ്ടനിൽ നിന്നും അദ്ദേഹം ഡോക്ടറേറ്റ് എഴുതി എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീനിവാസൻ സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സാറിനോട് നമുക്ക് ആ കോഴിക്കോട് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിനകത്ത് 65-ാം വാർഷികം. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ശ്രീനി ഒന്ന് കഥകളി നടത്തി. എനിക്ക് അദ്ദേഹത്തിൻ്റെ കലാകാരന്മാർക്ക് ഇവിടുത്തെ വർഷം അദ്ദേഹം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പൗരസ്ത്യ അല്ലെങ്കിൽ കേരളീയ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിന് അവർക്ക് മനസ്സിലാക്കുന്നതിന് ഒരു വേദി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സാറ് സാമ്പത്തിക കൊടുക്കണമായിരുന്നു.
വിജയന്റെ പടമാണ്. ഞാനിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. പണ്ടാണെങ്കിൽ രാത്രി മുഴുവനാണല്ലോ. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം ഈ രണ്ട് സ്ഥാപനത്തിലുമായി ദിവസം പങ്കിടുന്ന ഒരാളിന് ഇത് ആത്മാവിൽ അസ്ഥിയിൽ പിടിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ വളരെ വിരളമാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒന്നുമുള്ളൊരു കാലമല്ല. ഭൗതികമായ പ്രവർത്തനങ്ങളൊക്കെ വളരെ അൺഫാഷനബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. കഥകളിയെ പോലെ എത്രയെങ്കിലും വർഷം വിജയകുമാർ വേഷം കെട്ടാനായിട്ട് എത്ര വർഷം പഠിച്ചു വിശ്രമിക്കും. അപ്പോൾ വിശ്രമിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്നോടും കൂടെ പറയുകയാണത്. ശരീരം പറയും. ആഹ്ലാദപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ പ്രകാശിപ്പിക്കുന്നു. അവർക്ക് നന്ദി, നമസ്കാരം. ഞങ്ങൾ ഈ കഥകളി എന്ന് പറയുന്ന കല ഞങ്ങളുടെ ഏറ്റവും വലിയ ധന്യത. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കല തന്നെയാണ് നിൽക്കേണ്ടത്. ഇത് പോരാ, ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആസ്വാദകരാണ്. അത് പ്രബോധന സാറിനെ പോലെ ഉള്ളവരുടെ മുന്നിൽ ഞങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള കഥകളി കലാകാരന്മാർക്ക് വേഷം കെട്ടി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ധന്യത, ഒരു സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു നീണ്ട തലമുടിയാണ്, വളരെ ഇടതൂർന്ന ആരെയും ആകർഷിക്കുന്ന തലമുടിയാണ് ദ്രൗപദിക്ക്. ഒന്ന് ദുശാസനും പിന്നെ പിടിച്ചാണ് കീചകനും. അപ്പൊ ഈ സാധ്യത, അഭിനയത്തിന്റെ സാധ്യത നമുക്ക് പ്രേക്ഷകനെ ക്ഷണിക്കുന്നു. അത് കേൾക്കാനായി ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ എത്ര പ്രൗഢമായ, എത്ര മനോഹരമായ, എത്ര പണ്ഡിതോചിതമായ ഒരു സദസ്സ് ഈ ഓഡിറ്റോറിയത്തിൽ അടുത്തിടയ്ക്കും ഉണ്ടായിട്ടില്ല. ഈ അറ്റത്തിന് ഞാൻ പലപ്പോഴും ഈ ഭരതന്റെ നാട്യശാസ്ത്രം ഇതിനൊന്ന് കുത്തിയിരുന്ന് കമ്പോട് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും, പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇത് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും, സംശയമാണ്, ബുദ്ധിമുട്ടാണ്. Join Kalamandalam Gopi enacted Nala for the non-conventional love scene of the newly wedded couple. Non-conventional love scene. The non-conventional love scene of the newly wedded couple till their sad separation in the forest. As always, ഇങ്ങനെ മുക്തകണ്ഠം പ്രശംസിക്കുക മാത്രമല്ല, ഇതിലേ അങ്ങനെ ഓൺ ചെയ്യട്ടോ. ജഡ്ജ്മെന്റ് ഹസ്ബൻഡ്